വളരെ സ്നേഹം നിറഞ്ഞ ഒരു ദിവസം. അപ്പോൾ ഇത്രയും കലാകാരന്മാർ ഒറ്റ മിഷനിലൊരു സംഭവം ചെയ്യുമ്പം അത് വെറുതെ പോകത്തില്ലല്ലോ. അതിൻ്റെ ഒരു ഞാനൊരു ഉറപ്പായിട്ട് അതിൻ്റെ ഒരു ലീഡിങ് ഫ്രം ദ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സ്വപ്ന പ്രോജക്റ്റ്. അപ്പോൾ എല്ലാവരും വന്ന് ആ ഒരു സ്നേഹത്തിൻ്റെ ഒരു എലിമെൻ്റ് അതിനകത്ത് ഭയങ്കരമായിട്ടുണ്ട്. അത് ആ ഷൂട്ടിൽ മ്യൂസിക് മോജോ ചെയ്തപ്പോൾ സുമേഷ് ലാൽ സാറും പുള്ളിയുടെ ടീമും എല്ലാവരും എത്ര ക്ഷമയോടുകൂടി അന്ന് വെളുപ്പിനെ 4 മണിക്കാണ് ഷൂട്ട് അവസാനിച്ചത് ഫുൾ. അപ്പം അത്രയും ഒരു അഫെക്ഷൻ ഉണ്ട് ആ പാട്ടിൽ. അത് ലാസ്റ്റ് ഞാൻ അതിൽ പുള്ളിയെ ഹഗ് ചെയ്യുന്നൊരു സംഭവമുണ്ട് ആ വീഡിയോ എഴുതാൻ. ഞാൻ നാച്ചുറലി അത് കഴിഞ്ഞ് അപ്പോൾ എൻ്റെ പാട്ടിങ്ങനെ ചിറക് വെച്ചിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഞാൻ വേറെ ലോകത്താണ്. അപ്പോൾ കാര്യം ഞാൻ പാടി കഴിയുന്നു. അപ്പോൾ ഹരീഷ് അതിനെ ഒന്ന് ഇംപ്രവൈസ് ചെയ്ത് എലാബറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞ് ചിറക് വെച്ച് പറന്നു പോകുന്ന ഒരു ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ ഞാൻ ആ പുള്ളിയെ കെട്ടുപിടിച്ചു. അപ്പോൾ എന്നിട്ട് ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, സാർ അത് എഡിറ്റ് ചെയ്യും, ഞാൻ ഭയങ്കര ഓവറായിപ്പോയി. എന്നിട്ട് അതാണ് വയ്ക്കാൻ അതിൽ അത് ഭയങ്കര നാച്ചുറലായിരുന്നു. അപ്പം ഞാൻ എന്നാൽ പിന്നെ ഇരിക്കട്ടെ. അത് എല്ലാവരും പറയാം ആ പാട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പുള്ളിയെ ഹഗ് ചെയ്യുന്ന ഒരൊറ്റ സോളുണ്ട്. എൻ്റെ പിടിവിട്ടുപോയി. ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ട്രാൻസിലായിരുന്നു. അല്ല സന്തോഷം കൊണ്ടേ. അപ്പം ഞങ്ങളതിൽ 3 ടേക്ക് എടുത്തുന്നുണ്ട് ഓർമ്മ. ഫസ്റ്റ് ടേക്കാണ് അത്. അപ്പം അത്രയും നന്നായിട്ട് 2, 3 കിട്ടിയിട്ടില്ല. പക്ഷെ അതാ പ്യൂരിറ്റിയാണ്. ഫസ്റ്റ് ടേക്ക് തന്നെയാണ്. ഇപ്പോഴും നമ്മളൊരു പെർഫെക്ഷന് വേണ്ടി 2, 3 ഒക്കെ എടുക്കും. പക്ഷേ പെർഫെക്ഷനിലേക്കാളും ഫീലിലാണ് കാര്യം എന്ന് മനസ്സിലാക്കി തന്ന കാര്യമാണ്. നമ്മളെ ഫീലിങ്സ് ഇമോട്ടീവായിട്ട് മ്യൂസിക് വരുമ്പോഴുള്ള റിസൾട്ടാണ് പദയാത്ര.